അയോധ്യയിൽ അവസാനിക്കുമോ എന്നത് രാജ്യത്തെ ന്യൂനപക്ഷത്തിന്റെ വലിയ ആശങ്കയാണ്. നേരത്തെ ശ്രീ വി ശിവദാസൻ ചൂണ്ടിക്കാട്ടി കാശി മുദ്ര ബാക്കി ഹേ എന്നൊരു മുദ്രാവാക്യം ജനാധിപത്യത്തെ വലിയ തോതിൽ, മതേതര കാഴ്ചപ്പാടിനെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുന്ന ഒന്നാണ്. ശരിയാണ്, മോഹൻ ഭാഗവത് പറഞ്ഞു എല്ലാ പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തപ്പി നോക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷേ സർവേക്ക് ഈ പറയുന്ന നിയമവ്യവസ്ഥതയിലൂടെ തന്നെ അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അയോധ്യയിൽ അവസാനിക്കുമെന്ന ആത്മവിശ്വാസം എങ്ങനെ ന്യൂനപക്ഷത്തിനുണ്ടാകും? മാധു ശരിയാമണ്ണം പറഞ്ഞതുപോലെ RSSന്റെ സർസംഘചാലക് മോഹൻജി ഭഗവത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ രാജ്യത്ത് വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മുസ്ലിം സഹോദരന്മാർ ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ ഭാഗമാണ്, ഈ രാജ്യം മുസ്ലിമിനും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ രാജ്യത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് RSSന്റെ ചീഫാണ് ശ്രീ മോഹൻജി ഭഗവത്താണ്. അപ്പോൾ അത്തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു നിലപാടാണ് BJPക്കും RSS ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾക്കും ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളോടുള്ളത്. പക്ഷേ ഷായിപ്പള്ളിയിൽ സർവേക്ക് അനുമതി കിട്ടിയിരിക്കുകയാണല്ലോ, അതേ ആശങ്കയോടെയല്ലേ ന്യൂനപക്ഷം നോക്കി കാണുകയുള്ളൂ? അല്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതിൽ ഭരണകൂടം എന്ന നിലയിൽ എന്ത് നിലപാടെടുക്കണം എന്ന് വരുന്ന സമയത്ത് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടി നിലപാടെടുത്താൽ. അയോധ്യ വിധിയിൽ പക്ഷേ നിയമത്തിന്റെ വഴിക്ക് പോയി എന്നല്ല അങ്ങ് പറഞ്ഞത്, അത് മോദി സർക്കാരിന്റെ നേട്ടമായിട്ടാണ് അങ്ങ് പറഞ്ഞത്. 1528 വിഷയമല്ലേ? പക്ഷേ സുപ്രീം കോടതി വഴി നടപ്പിലാക്കിയപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അങ്ങ് തയ്യാറായിരുന്നു. ഇതിപ്പോൾ കോടതി വഴി നടക്കുമ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് എന്ന് പറയുന്നത് രണ്ടു തരം പ്രകടനപരതയല്ലേ? അല്ല, ഇപ്പോൾ ഹൈക്കോടതിയിലല്ലേ നിൽക്കുന്നത്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വരെ ഉണ്ടല്ലോ, ധൃതി വയ്ക്കാതിരിക്കും. ഇപ്പൊ നമുക്ക് ആ വിഷയം അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ആകെ ഒരു എക്സംഷൻ ഉണ്ടായിരുന്നത് അയോധ്യയിലാണ്. പക്ഷേ അവിടെ എന്തൊക്കെയോ ബാക്കിയുണ്ട് എന്ന ഒരു മുദ്രാവാക്യം വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബാക്കിയില്ല. നമ്മൾ ഇപ്പോൾ എടുത്ത ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വേറെ എനിക്ക് അതിനുള്ള സമയം തരണം. ഒന്ന്, ഞാൻ ശ്രീ N. ശ്രീകുമാറിനോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോകുന്നില്ലേ? എന്താ ഭയമുണ്ടോ? രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോയാൽ ഇനി അമേഠി പോയി വയനാട്ടിലും നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഭയമുണ്ടോ കോൺഗ്രസിന്? റിട്ടയർമെൻറ്റ് ആയി നിൽക്കുന്ന സോണിയാഗാന്ധിയെ മാത്രം എന്തിനാ വിടുന്നത്? ഇത്ര ഈ വയോവൃദ്ധയായ അവരെ മാത്രം എന്തിനാ വിടുന്നത്? മകനെയും കൂടെ വിട്ടൂടെ? മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വരുന്നതിനിടയിൽ ഒന്ന് അയോധ്യ വരെ പോകാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തൻ്റെ ഇടം കാണിക്കുന്നില്ല? കാരണം നിങ്ങളുടെ പാർട്ടി ഇന്ന് കേരള പാർട്ടിയായി മാറി, കേരള കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറി. നിങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടി സമസ്തയുടെ മുമ്പിൽ സമസ്തവും കൊണ്ട് അടിയറ വച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ വാലിൽ തൂങ്ങി മാത്രം ജീവിക്കുന്ന പാർട്ടിയായിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇനി പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി എന്ന രീതിയിൽ മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു. ശിവദാസൻ്റെ പാർട്ടി പാർട്ടി ആയിക്കഴിഞ്ഞു, കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കഴിഞ്ഞു. ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇനി അതിന് ഒരു തരി പോലും അവശേഷിപ്പില്ല. 34 വർഷം ഭരിച്ച ബംഗാളിൽ ഞങ്ങളാണ് 77 സീറ്റോടുകൂടി ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി. 25 വർഷം ശിവദാസന്റെ പാർട്ടിക്കാർ ഭരിച്ച ത്രിപുരയിൽ കഴിഞ്ഞ 2 ടേമായിട്ട് മുഖ്യമന്ത്രി BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച ആളാണ്. അവിടെ ഇന്ന് ഒരു MLA പോലും ഇല്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പശ്ചിമ ബംഗാളിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും നടപ്പിലാക്കാത്ത ഒരു സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് എന്നത് വ്യക്തമാക്കണം. ഇവിടെ എന്തെങ്കിലും തരത്തിൽ അയോധ്യയോ രാമക്ഷേത്ര നിർമ്മാണമോ ഒരു എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, എനിക്ക് ഇനിയും പറയാനുണ്ട്. എൻ്റെ അജണ്ട പറഞ്ഞതിന് ശേഷം ഞാൻ മാധുവിൻ്റെ അജണ്ടയിലേക്ക് വരാം. മാധുവിന് വേറൊരു അജണ്ട ഉണ്ടല്ലോ. അപ്പോൾ ശ്രീ N. ശ്രീകുമാർ, ശ്രീ ശിവദാസ്, നിങ്ങൾ കഴിഞ്ഞ 1993 ഫെബ്രുവരി 3-ാം തീയതി നിങ്ങൾ കോൺഗ്രസ്സുകാരും CPMകാരും ഒരുമിച്ച് ചേർന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത് അവിടെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രവും പണിയണം, മസ്ജിദും പണിയണമെന്നല്ല. ആ പ്രമേയം അന്നേ ദിവസത്തെ ഫെബ്രുവരി 4 മനോരമ പത്രത്തിൽ അച്ചടിച്ചു വന്നു. അയോധ്യയിൽ പള്ളി പണി തുടങ്ങണം കേരള നിയമസഭ എന്നതാണ് പ്രമേയം. ഞാൻ ചോദിക്കുന്നു, ആ അയോധ്യയിൽ പള്ളി പണിയാൻ വേണ്ടി 5 ഏക്കർ ഭൂമി യോഗി സർക്കാർ നൽകിക്കഴിഞ്ഞു. അയോധ്യയിൽ പള്ളി പണിയാൻ വേണ്ടി ആ ട്രസ്റ്റിന് സാമ്പത്തിക സഹായം BJP ഭരിക്കുന്ന സർക്കാരും BJPയുടെ അഭ്യുദയകാംക്ഷികളും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വെണ്ടയ്ക്ക നിരത്തിക്കൊണ്ടൊരു പ്രമേയം പാസാക്കിയ കോൺഗ്രസ്സുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും കേരളത്തിലെ പ്രേക്ഷക സമക്ഷത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നു,
നിങ്ങൾ ആ പള്ളി പണിയാൻ വേണ്ടി നയാ പൈസ നിങ്ങളുടെയൊക്കെ ഒരു വർഷത്തെ ശമ്പളം കൊടുക്കണം. വോട്ട് പിടിക്കാൻ വേണ്ടി നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കിപ്പിച്ച്, ഐകകണ്ഠേന പ്രമേയം പാസാക്കിപ്പിച്ച് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാനായിട്ട് ഒരു ഹെഡിങ് ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും AKG സെന്ററിൽ നിന്ന്, ഇന്ദിരാഭവനിൽ നിന്നും ആ പള്ളിക്ക് വേണ്ടിയുള്ള പണം കൊടുക്കാൻ തയ്യാറാണോ? BJP പണം കൊടുക്കുന്നു, BJP ഭൂമി കൊടുക്കുന്നു. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം.